ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലുലു സ്പൈസി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന എൻ്റെ ഫസ്റ്റ് റെസിപ്പി ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പം അതിലേക്ക് കടക്കും മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ ചിക്കൻ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചൊന്ന് മാറ്റി വെക്കാം. ഉപ്പും കുരുമുളകൊക്കെ അതിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മുടെ ക്രിസ്പി കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 മുട്ട, 1 ടീസ്പൂൺ വിനെഗർ എസൻസ്, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ച് ഒരു കട്ടിയുള്ള കൂട്ടാക്കി എടുക്കാം. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്ക് വേണം, എന്നാലേ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ക്രിസ്പിയായി വരികയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായി പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുന്നേരം വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ മേലൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. അതേപോലെ രണ്ടാമത്തെ പീസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 പീസ് മാത്രം ഇട്ടിട്ടാണ് ആദ്യമായിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രെഡ് ക്രംസ് ഇട്ട കാരണം നന്നായി മേലേക്ക് നന്നായി ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ മറ്റുള്ള 2 പീസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലും നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി ഒന്ന് വേവായി വരികയുള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ നന്നായി 2 ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ക്രിസ്പിയാണ്, അതേപോലെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.